നാലഞ്ച് ചായ എടുക്കടേ. മോനെ നാലഞ്ച് ചായ കൊടുക്കി. ഇതെന്താ ഇതില് മധുരമില്ലല്ലോ? മോനെ അതിലിട്ട് പഞ്ചാര ഇട്ട് കൊടുക്കേ. ഇതിൽ ഈച്ച ചത്ത് കിടക്കുന്നല്ലോടെ. ഞാൻ കൊണ്ടുവരുമ്പോ ഈച്ച ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നിന്റെ വാപ്പ കൊണ്ടുവന്നിട്ടെ ഈച്ച? എന്റെ വാപ്പയ്ക്ക് വിളിക്കരുത്. വേറെ ചായ എടുത്തു കൊടുക്കണേ. എന്തിനാടാ അവന്റെ മുഖത്ത് ചായ ഒഴിച്ചത്? ചലിമ ഭയക്കിന് നിൽക്കണ്ട. അമ്മലേക്ക് ചുമ്മാരി പറയടാ. ഓ കുളാണ്ടല്ലേ വന്നിരിക്കുന്നത്? ഒഴിയടാ അവന്റെ മുഖത്ത്. സാറേ അവനാ കുഴപ്പമുണ്ടാക്കിയത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ? എന്റെ പേര് ജോർജ്. എനിക്കൊന്ന് സംസാരിക്കണം. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അതെല്ലാം ഞാൻ വിശദമായി പറയാം. അച്ഛൻ, ഞാൻ സെൻട്രൽ ജയിൽ ചാടി വന്നിരിക്കുന്ന കൊലപാതകയായ ഒരു കുറ്റവാളിയാണ്. അച്ഛൻ എന്നെ രക്ഷിക്കണം. എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഞാൻ കൊല ചെയ്തു എന്നാണ് നിയമം പറയുന്നത്. സത്യം അതല്ല. ഞാൻ എല്ലാം അച്ഛനോട് തുറന്നു പറയാം. പ്ലീസ് എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. പരിശുദ്ധമായ കുംസാരക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ യാചിക്കുകയാണ്. എന്നെ രക്ഷിക്കണം. ജോർജ്, ഒരു പുരോഹിതൻ മാത്രമാണെന്നറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന് മുമ്പിലല്ലേ. എന്റെ നിരപരാധിത്വം പിന്നെ ഞാൻ ആരോട് പറയും? പ്ലീസ് എന്നെ രക്ഷിക്കൂ ഫാദർ. തൽക്കാലം നീ
മാതാവിനോട് പ്രാർത്ഥിക്കും. അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താ റോയി ഈ സമയത്ത്? എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ആരോ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ അവനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോ കാണാനില്ല. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പുള്ളി ആയിരിക്കും. ഏതായാലും ഞാൻ വീടിന്റെ ഭാഗത്ത് ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ചോ, വളരെ ഉപകാരം. നിങ്ങൾ എന്തിനാ ജയിൽ ചാടിയത്? അതെല്ലാം ഞാൻ നാളെ രാവിലെ വന്ന് പറയാം. ഇനി ഞാനിവിടെ നിൽക്കുന്നത് പന്തിയല്ല. ഞാൻ പോട്ടെ. അച്ചോ, കുമ്പസാര രഹസ്യം. താങ്ക് യു. എന്തായി? അന്ന് രാത്രിയിൽ പിന്നെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ? ഇല്ല, ഞാനിവിടെ എല്ലാം നോക്കി. എന്റെ ബലമായ സംശയം അവൻ തന്നെയാണെന്നാ. എന്താണ് അയാളുടെ പേര്? ജോർജ്. അയാളുടെ ഒരു സിസ്റ്റർ മെന്റൽ ഹോസ്പിറ്റലുണ്ട് അല്ലേ? ഉണ്ട്. എന്താ ഫാദർ? ഒന്നുമില്ല, ചോദിച്ചതാണ്. മെന്റൽ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിയല്ലേ? അതെ, അത് ഞാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെകുത്താനും കടലിനും ഇടയ്ക്കായി പോയി ഞാൻ. അതെന്താ? ഐ എം സോറി, എന്റെ കാര്യമല്ല, മിസ്റ്റർ റോയുടെ കാര്യം പറയുക. സോഫി, എന്താ ഏട്ടാ? അച്ഛൻ വന്ന കണ്ടില്ലേ? ചായ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പോഴൊന്നും വേണ്ട, ഒരു ചായ കുടിക്കാവുന്നേ.
റോയ്, നീ എങ്ങനെ വന്നു? ആ ഞാൻ നിന്നെ 2 ദിവസമായിട്ട് അന്വേഷിക്കുന്നു. വാ, ചില കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. അത് ശരി. അപ്പോഴങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്റെ സ്വന്തം പ്രശ്നം പോലെ ഇത് കൈകാര്യം ചെയ്യണം. അത് ഞാൻ ഏറ്റു, നീ പേടിക്കണ്ട. യെസ് സ്പീക്കിംഗ്. ഞാനിത് വരുന്നു. ഞാൻ ആ വാർഡ് വരെ പോയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ഞാൻ ഇറങ്ങാം. സൗകര്യം പോലെ ഞാനിവിടെ വരാം. ഓക്കെ. ഓക്കെ. മോളെ, മോളെ, എന്റെ പൊന്നു മോളെ, ഇത് കൊല്ലം പറ്റിയോ? മോളെ, മോളെ. താങ്ക് യു ഇൻസ്പെക്ടർ. നോ, സ്റ്റാൻലി റോയ്. That's right. Mr. Stanley Roy. Thank you. അതെ മോളെ. എന്റെ മോക്കെന്ത് പറ്റിച്ചു? ഒന്നുമില്ല എൻ്റെ അപ്പ, ഒരു ചെറിയ പനി. മോളെ, എന്താ മോളെ? ഭയന്നതായിരിക്കും. എൻ്റെ അപ്പ, നീ പോകുന്ന വഴിക്ക് ആ ഡോക്ടർ സൗമ്യനോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി അച്ഛാ, ഞാൻ ഡോക്ടറെ കൊണ്ട് ഇപ്പൊ തന്നെ വരാം. പേടിക്കാൻ ഒന്നുമില്ല എൻ്റെ അപ്പ.